ഗുഡ് മോർണിംഗ്. ഞാൻ രാവിലെ അച്ഛൻ മീൻ പിടിക്കാൻ പോയിട്ടുണ്ട്. അതിനുവേണ്ടി രാവിലെ അച്ഛൻ്റെ അടുത്തോട്ട് വേണ്ടി മീൻ പിടിക്കാൻ വേണ്ടി ഞാൻ പോവാണ്. രാവിലെ ഞാൻ എൻ്റെ ആദ്യമേ വണ്ടി എടുത്തുകൊണ്ടാണ് പോകുന്നത്. വണ്ടി വെച്ചിട്ട് അവിടുന്ന് ആറ്റോട്ട് നടന്നു. ആദ്യമേ ഞാൻ 100 രൂപയ്ക്ക് മേടിച്ച റെയിൻകോട്ടുണ്ട്. ഇവിടെ ആ റെയിൻകോട്ട് എടുത്തിട്ട് വേണം. ഭയങ്കര മഴ ആറുന്നുണ്ട് ഇവിടെ നന്നായിട്ട്. വണ്ടി എടുത്ത് അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ കണ്ടത്തിൻ്റെ അവിടെ എത്തി. അവിടുന്ന് ഇനി ആറ്റിലോട്ട് നടക്കണം. ആറ്റിലോട്ട് ഈ വഴിക്കാണ് നടന്ന് പോകേണ്ടത്. ഈ വഴി ഫുള്ള് പുല്ലാണല്ലോ. ഇവിടെ എല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. നടക്കുമ്പോൾ നമ്മൾ സ്വയം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ തോട്ടിലോട്ടാണ്. ഇത് നമ്മുടെ തോട്, ഇത് നമ്മുടെ വരിയിലാണ് ഇരിക്കുന്നത്. അവിടെ മര്യാദയ്ക്ക് നടന്നു പോയില്ലെങ്കിൽ നമ്മൾ തോട്ടിൽ കിടക്കുന്നതാണ്. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് നമ്മൾ ആറ്റോട്ട് പോകാൻ വേണ്ടി. പിന്നെ നല്ല രീതിയിൽ നടക്കണം അവിടം വരെ. അവിടെ ഫുള്ള് പുല്ല് കയറി കിടക്കുക. ഫുള്ള് ആരും തെളിക്കാനും ഇല്ല, ഒന്നുമില്ല. ചൂണ്ടയ്ക്ക് പോകുന്നവരെങ്കിലും ഒന്ന് തെളിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. എല്ലാവരും ഇവിടെ ചെറിയൊരു ഇടവഴി മാത്രമേ കരിങ്കല്ല് കെട്ടിയത്. നമ്മുടെ തോട്ടിൽ ബണ്ട് കെട്ടത്തില്ലേ, ആ ചെറിയൊരു ഇടവഴി മാത്രമേ ഉള്ളൂ. ആ ചെറിയൊരു ഇടവഴി കഴിഞ്ഞാണ് നമ്മൾ പോകുന്നത്. ഇതാണ് ആ കണ്ടം കഴിഞ്ഞ് അങ്ങ് പോലെ പോകണം നമ്മൾ. ഇതാണ് നമ്മൾ പറഞ്ഞ വലിയ ആറ്. ഇവിടെ ഇതുവരെയായിട്ടും അച്ഛൻ്റെ അടുത്ത് എത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ നല്ല നടപ്പുണ്ടെന്ന്, അതുകൊണ്ട് ഇതുവരെയായിട്ട് എത്തിയില്ല. അച്ഛൻ അവിടെ വീക്ഷിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞ് കഴിയാറായെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അച്ഛൻ്റെ സമയത്ത് ജോലിക്ക് പോകുന്ന പരിമിതികൾ കാരണം ഇന്നത്തെ വീഴ്ച ഇവിടെ നിർത്തി വെക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഞാനൊന്ന് പെട്ടെന്ന് പോയി 1-2 വല എറിയുന്നത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. ഇവിടെ ഓടിക്കഴിഞ്ഞാൽ തെന്നി അടിച്ച് വീണ് പോയെന്ന് വിചാരിച്ചാണ്. ഞാൻ മനോഹരമായ തൂക്കനാങ്കുരിയുടെ കൂടെ നിൽക്കുന്നുണ്ട്. കണ്ടോ ഗൈസ്, ആറാണ് കുത്തി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ കിളികളുടെ ശബ്ദമായിട്ട് നമ്മൾ അച്ഛൻ്റെ വീശാൻ വേണ്ടി വരയെടുത്തിരിക്കുന്നു. വീശി കൊണ്ട് വല നിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വലയിലൊന്നും കാണത്തില്ലായിരിക്കും. വല കൊണ്ടുപോവാണ് ഗേസ്. അതൊരു മഞ്ഞക്കോരി, അതിൻ്റെ പുല്ലനുണ്ട്. അച്ഛൻ വേണ്ടി നടക്കുന്നുണ്ട് വലയായിട്ട്. ഞാൻ മീനായിട്ട് കുറേ നടക്കുന്നുണ്ട്. ഒരു വീശി ഞാൻ നോക്കാം പറ്റുമെന്ന്.